എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ സുധീർ കബീർ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചിരപരിചിതനായിരുന്ന ഒരു വ്യക്തി ഇബാദ് റഹ്മാൻ വളരെയധികം ടെക് വീഡിയോസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് ആ ഒരു ടെക്നോളജിയുടെ വേൾഡിനെ നമ്മുടെ മുന്നിൽ ഒരു സമയത്ത് വളരെ മനോഹരമായിട്ട് റിവീൽ ചെയ്തു തന്ന ഒരു വ്യക്തിയാണ്. ഞാനൊക്കെ അദ്ദേഹത്തിന്റെ കട്ട ഫാൻ ആയിരുന്നു കേട്ടോ, കട്ട ഫോളോവർ ആയിരുന്നു. എല്ലാ വീഡിയോസും കാണുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടതിന്റെ ഭാഗമായിട്ട് പുള്ളിയുടെ ചാനലിൽ നിന്നും ശരിക്കും പറയുന്ന ഹൈഡ് ദിസ് യൂസർ ഫ്രം ദിസ് ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് എന്റെ കമന്റുകളൊന്നും കാണാൻ പറ്റാത്ത രീതിയിലേക്കാക്കി. ഞാൻ അദ്ദേഹത്തെ അൺഫോളോ ചെയ്തു. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തത് സൈക്കിക് മീഡിയം എന്ന് പറയുന്ന ഒരു വീഡിയോ, അഭയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി ഇരുത്തിക്കൊണ്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് അവരെ ഇന്റർവ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ചാനലിൽ ഇട്ടു. ആ വീഡിയോ 100% അന്ധവിശ്വാസം പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നുള്ളതാണ് സത്യം. അപ്പൊ അത്തരം ഒരു കാര്യം ടെക്കിനെയൊക്കെ കൂട്ടുപിടിക്കുന്ന ഇബാദ് റഹ്മാന് ചെയ്യാൻ കൊള്ളാമോ? ചെയ്യാൻ കൊള്ളില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ഒരു 10-12 ലക്ഷം ആളുകളുണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ, എൻ്റെ ഒരു അറിവ്. ഏകദേശം 12 ലക്ഷത്തോളം ആളുകളോളം അദ്ദേഹത്തെ ഫോളോ ചെയ്യും. 12.5 അത്രയും ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ടെക് യൂട്യൂബറാണ് അദ്ദേഹം ഇത്തരം തട്ടിപ്പുകാരെയൊക്കെ മുന്നിൽ വിളിച്ചിരുത്തി നാണമില്ലേ ഇബാദുക്ക നിങ്ങൾക്ക് ഇത്തരം പരിപാടി ചെയ്യാനെന്ന് ഞാൻ ആമുഖമായി ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാണ്. അപ്പൊ അവര് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉളുപ്പ് തോന്നും. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. അറിഞ്ഞില്ല, എനിക്ക് കൊച്ചിലെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാന് ബീച്ചിൽ ഒരിക്കൽ വീണു കുറെ വർഷം മുമ്പ്. അപ്പോൾ അതിനുശേഷം എനിക്കറിയില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ബിക്കോസ് ഞാൻ ഉറങ്ങുന്ന ട്രാൻസിലോട്ട് പോയില്ലേ, നമ്മൾ മറ്റു മയക്കത്തിലോട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇമേജസ് ഇങ്ങനെ വളരെ ഫേസിന്റെ അടുത്ത് ഫേസസ് ആണ് ഞാൻ കാണുന്നത്. കുറെ പേര് ഹെൽപ്പ് ചോദിക്കുന്നു, ഇങ്ങനെ എന്തൊക്കെയോ ഒക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത, പിന്നെ മനുഷ്യരല്ലാത്ത രൂപങ്ങളും അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര ട്രോമറ്റൈസിങ് ആയിരുന്നു അത്. അപ്പോ ഞാൻ പതുക്കെ അവർ പറഞ്ഞത് എന്താണ്, അവർ ബീച്ചിൽ വീണപ്പോ അവർക്ക് പലതിനെ കാണാനുള്ള കഴിവ് കിട്ടിയത്. ഒരു കള്ള മന്ത്രവാദിയാണെന്ന് എന്റെ മോന്ത കണ്ടാൽ എന്തെങ്കിലും ഒരു മന്ത്രം ജപിച്ച് ഇയാളെ അട്ടയാക്കി കളയും. പറ്റുന്നില്ല. അതിനു മുമ്പ് ഒരു തിരിച്ചറിഞ്ഞിരുന്നതാണ്. എന്റെ പൊന്നമ്മച്ചി, ഈ ബീച്ചിൽ വീഴുന്നത് ഇത്രയും വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനൊക്കെ ആലപ്പുഴയിലെ ബീച്ചിലും വീണിട്ടുണ്ട്, ഫോർട്ട് കൊച്ചിയിലെ ബീച്ചിലും വീണിട്ടുണ്ട്, കൊല്ലത്തെ ബീച്ചിലും വീണിട്ടുണ്ട്, അങ്ങനെ പല ബീച്ചുകളിലും വീണിട്ടുണ്ട്. നമ്മൾ ആലപ്പുഴക്കാരനാണ്. അപ്പൊ നമ്മളിവിടെ സ്ഥിരം ബീച്ചിലൊക്കെ വീഴാറുണ്ട്. പക്ഷെ ഇതുവരെ ഇത്തരത്തിലൊരു ആത്മാവിനെയും കാണാനായിട്ട് പറ്റിയില്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ബീച്ചിൽ തലകുത്തി മറിയുന്ന കുട്ടികൾക്കോ അങ്ങനെ ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോ ഇതിനെ പറയുന്ന പേര് ഒന്നേ ഉള്ളൂ, ഹാലൂസിനേഷൻ എന്നാണ് ഇതിന് സൈക്കോളജിയിൽ പറയുക. അതായത് മാനസികമായ തോന്നിവാസം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ മനസ്സൊരു ഭയങ്കര ക്രിയേറ്റീവ് ടൂളാണ്. അപ്പം നമ്മുടെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഹാലൂസിനേഷൻ ആണ് ഈ അമ്മച്ചിക്ക് തോന്നിയത്. അതിനെയാണ് ഇബാദ് ഈ കാര്യത്തെ ശാസ്ത്രീയ സത്യം എന്ന നിലയിൽ എഴുന്നള്ളിക്കുന്നത് കാണുമ്പോഴാണ് പുച്ഛം തോന്നുന്നു, പരമപുച്ഛം. അടുത്തത് എന്താണ് അമ്മച്ചിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോഴേ അമ്മച്ചിയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് എക്സാക്ട്ലി നമുക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലേ? അതൊക്കെ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. നോക്കാം. സൈക്കോളജിസ്റ്റ് ആണ്, പക്ഷെ എനിക്കറിയാം ഇന്ന അസുഖമൊന്നും അല്ല, പക്ഷെ ഇതിന് വേറെ വല്ലതും ആണോ, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ചികിത്സിക്കണമല്ലോ ആദ്യം. അങ്ങനെ ഐ വെന്റ് ടു എ സൈക്യാട്രിസ്റ്റ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. ഗാമ വേവ്സ് എന്തെങ്കിലും ആക്റ്റീവ് ആയതായിരിക്കും, ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അടിപൊളി, ഇതാ വന്നു. സയൻസിനെ കൊല ചെയ്യുന്ന അടുത്ത ഐറ്റമാണിത്. ഞാൻ ഈ ഗാമയില് പിന്നെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അത് റിസർച്ച് ചെയ്യുന്നതെല്ലാം നെറ്റിൽ നോക്കുമ്പോൾ ചെന്നെത്തുന്നത് ഈ തേർഡ് ഐ ആക്ടിവേഷൻ, അല്ലെങ്കിൽ ഇതിന്റെ പുറകെയുള്ള പീനിയൽ ഗ്ലാൻഡ്, പിന്നെ മെഡിറ്റേഷൻ, സ്പിരിച്വാലിറ്റി. ഗാമ വേവ്സ്, പീനിയൽ ഗ്ലാൻഡ്. ഈ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് സാധാരണക്കാരായ മനുഷ്യർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ലായിരിക്കും. അതായത് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, ആ ഒരു കെമിക്കൽ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിച്ച് നമ്മളെ ഉറക്കം തരാനുള്ളതാണ് ഈ പറഞ്ഞ പീനിയൽ ഗ്ലാൻഡ്. അല്ലാതെ ചാവുണ്ണുകളെയും മരിച്ചുപോയ അപ്പനപ്പൂപ്പന്മാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെ എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നമ്മച്ചി നിങ്ങൾ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെയാണ് കാണേണ്ടിയിരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ആദ്യമേ തന്നെ പറഞ്ഞ കാര്യം, ഗാമ വേവ്സ്. എന്താണ് ഗാമ വേവ്സ്, എന്താണ് ബീറ്റ, എന്താണ് തീറ്റ, എന്താണ് ആൽഫ? ഇതൊക്കെ ബ്രെയിൻ വേവ്സ് ആണ്. അപ്പൊ ഇത് ഈ പറഞ്ഞതുപോലെ അമ്മച്ചി പറയുന്ന പോലെ അങ്ങ് സ്പിരിച്വൽ ലെവലിലേക്ക് ഉയർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. പക്ഷെ പിന്നെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഗാമ വേവ്സ് എന്ന് പറയുന്നത്. എക്സാക്ട്ലി ശരിയാണ്. ഈ മെലാറ്റോണിൻ ഉണ്ടാക്കാനിരിക്കുന്ന പീനിയൽ ഗ്ലാൻഡിനെ പിടിച്ചിട്ട് ഈ പരിപാടിയൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടു പോകും. വളരെ ബുദ്ധിമുട്ടാണ് അതിന്. അങ്ങനെയുള്ള പരിപാടിയൊന്നും അതിന് കൊടുക്കല്ലേ.
അടുത്ത് നമുക്ക് എന്താ ചേച്ചിയുടെ തള്ളു? ഇബാദ് ലുലുവിൽ പോവാണെങ്കിൽ ഒരു 50 പേരെ കാണും. ഞാനൊരു ഞാൻ ആ 50 പേരെ 200 പേരായിട്ട് കാണും. ശരി, 200 ആൾക്കാരായിട്ട് കാണും. എന്ന് വെച്ചാൽ ഇവരുടെ കൂടെ ടാഗ് അലോൺ ചെയ്യുന്ന, ഇതിന് പല കാറ്റഗറി ഉണ്ട്. ആ എനർജീസിന്റെ കൂടെയുള്ള ആൾക്കാരെ എല്ലാം കാണാൻ തുടങ്ങി. അത് ഭയങ്കര എന്താ പറയാ, ഇബാദ് ലുലുവിൽ പോവാണെങ്കിൽ 50 പേരെ കാണും. 50 പേരെ ഒന്നും അല്ല, ലുലുവിൽ പോയാൽ എപ്പോഴും 10-200 പേരെ കാണാം ചേച്ചി. അപ്പൊ ഇബാദ് പോയെന്ന് 50 പേരെ കാണും, സുധീർ പോയാലും 50 പേരെ കാണും. പക്ഷെ ചേച്ചി പോയാൽ ചേച്ചി 200 പേരെ കാണും. കാര്യം അതിന്റെ ഈ ആത്മാവിന്റെ കൂടെ ടാഗലോൺ ചെയ്ത് നടക്കുന്ന കുറെ പേരാണ്. പിന്നെ ഇത് കാണുമ്പോൾ ഭയങ്കര എനർജി ലോസ് ആണ് പുള്ളിക്കാരിക്ക്. എനിക്ക് ഭയങ്കര എനർജി ഡ്രെയിൻ ആണ് ആ സമയത്ത് ഇത് കാണുമ്പോൾ. ഞാൻ ഭയങ്കര ടയേർഡാവും, വീക്കാവും, അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറെ നാളത്തേക്ക് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഈ എനർജി ലോസ് ആക്കാൻ നടക്കുന്നത്? അപ്പോ മൊത്തം 150 പ്രേതങ്ങളും 50 ആളുകളും ചേരുമ്പോഴാണ് എന്റെ ഇബാദെ. ഈ 150 പ്രേതങ്ങളും പർദ്ദയിട്ടാണോ വരുന്നത്, അതോ ജീൻസും ടോപ്പും ഒക്കെ ഇട്ടിട്ടാണോ വരിക, അതോ ഇത് ജസ്റ്റ് ഇവരുടെ ഹാലുസിനേഷൻ ആണല്ലോ പറയുന്നത്, അതോ ഇനി ലുങ്കി കൊടുത്തിട്ടാണോ വരുന്നത്? ഒരു മറു ചോദ്യം പോലും ചോദിക്കാതെ ഇവരെ എങ്ങനെ എന്ത് രൂപത്തിലാ കാണുന്നത് എന്നൊരു മറു ചോദ്യം പോലും ചോദിക്കുവാൻ ഉളുപ്പില്ലാതെ ഇബാദ് റഹ്മാൻ എന്ന ടെക് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി ഇവരുടെ മുന്നിൽ അന്തം വിട്ടിരിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നും. ആത്മാക്കൾ എങ്ങനെ കാറിന്റെ അകത്താണോ വരുന്നത്, അതോ ഈ കാറിന്റെ അകത്ത് വരുന്നവരുടെ കൂടെയാണോ വരുന്നത്, അതോ അവര് പ്രത്യേകം കാർ എടുത്ത് വരുവാണോ, അതോ അവർ ബസ്സിൽ കയറി വരുമോ, എങ്ങനെയാണ്? ഇനി അവര് കാറിന്റെ അകത്താണെങ്കിൽ അവര് പ്രത്യേകം കാറിന് പാർക്കിംഗ് ഫീസ് കൊടുക്കണം കേട്ടല്ലോ. ഒരു പാർക്കിംഗ് ഫീസ് ഉണ്ട്, അത് കൊച്ചിയിലായാലും ശരി എവിടെ ആയാലും ശരി കൊടുക്കണം. ഇനി അടുത്തത് അമ്മച്ചിയുടെ ഇപ്പൊ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും പറയാൻ സയന്റിഫിക് ആവുമല്ലോ. നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ബോധ്യം വരണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അമ്മച്ചി എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അമീബ, വൈറസ്, ബാക്ടീരിയ ഇതൊന്നും നമുക്ക് കണ്ണിൽ കാണുന്നില്ല. പക്ഷെ അത് ഏത് നാൾ മുതലുണ്ടോ ആ സമയം മുതൽ ഉണ്ട്. നമ്മളിപ്പോ വിശ്വസിക്കാൻ കാര്യം എന്താ? മൈക്രോസ്കോപ്പിൽ കൂടെ നമുക്ക് കാണാം. മൈക്രോസ്കോപ്പ് എപ്പോ കണ്ടുപിടിച്ചു? കുറച്ച് നാളെ ആയുള്ളൂ കണ്ടുപിടിച്ചിട്ട്. അപ്പൊ അതിനു മുമ്പുള്ള ആൾക്കാർ എങ്ങനെ അത് വിശ്വസിക്കും? അമീബയുണ്ട്, ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, മാരകമായ അസുഖങ്ങൾ വരുന്നത് കണ്ണി കാണാൻ പറ്റാത്ത സാധനങ്ങളാന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ ഈ സാധനം വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്, അൺലെസ് യു ഗെറ്റ് ആൻ എക്സ്പീരിയൻസ്. കേട്ടോ, അടിപൊളി ഒരു സബ്മിഷൻ ആണ് പുള്ളിക്കാരി നടത്തിയേക്കുന്നത്. ശരിയാണല്ലേ? നമുക്ക് കേട്ടാ ഇത് ഭയങ്കര ഫാക്ച്വൽ ആയിട്ട്, ഭയങ്കര ട്രൂത്ത് ആയിട്ട്, അത് കണ്ടുപിടിക്കാത്തത് കൊണ്ടല്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ലേ എന്ന് പറയുന്നത് പോലെ ഒരു സംഭവമാണ് ഇവിടെ അമ്മച്ചി നമ്മുടെ മുന്നിലേക്ക് വെച്ചിരുന്നത്. എന്താണ്? അമീബയെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്കത് ഉണ്ടെന്ന് അറിയാമായിരുന്നോ? അത് ഉണ്ട് എന്ന് മനസ്സിലായതിന്റെ പുറത്ത് കണ്ടുപിടിക്കപ്പെട്ട ഉപകരണമൊക്കെയാണ് മൈക്രോസ്കോപ്പ് ഒക്കെ. അപ്പൊ ആ മൈക്രോസ്കോപ്പിലൂടെ നിങ്ങൾ നോക്കിയാലും ഞാൻ നോക്കിയാലും ഇബാദ് റഹ്മാൻ നോക്കിയാലും ഈ സാധനത്തെ കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾ പറയുന്ന സൈക്കിക് മീഡിയം എന്ന് നിങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന കഴിവ്, അത് നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. എനിക്കുള്ള തലച്ചോറും എനിക്കുള്ള കണ്ണും കാതും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ തന്നെയല്ലേ നിങ്ങൾക്കുള്ളത്? വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിങ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറയുന്ന അമീബയെ കാണാൻ പറ്റുമെന്ന് പറയുന്ന കാര്യത്തെ നിങ്ങൾ സബ്ജക്റ്റീവ് ഇല്യൂഷനുമായിട്ട് ബന്ധപ്പെടുത്തി, അതായത് നിങ്ങൾക്ക് മാത്രം തോന്നുന്ന ഒരു ഭ്രമത്തെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് സയൻസിനെ അങ്ങ് കളിയാക്കരുത്. അമീബയ്ക്ക് ജീവനുണ്ട്, നിങ്ങളുടെ പ്രേതത്തിന് നിങ്ങളുടെ തലയ്ക്കകത്ത് മാത്രമാണ് ജീവനുള്ളത്, അല്ലാതെ വേറെ എവിടെ ഇല്ല. അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പാവ മനുഷ്യരുടെ മനസ്സിൽ അതിന് നിങ്ങൾ ജീവൻ വെപ്പിച്ചു കൊടുക്കുന്നു. ഇത്ര ചെയ്യുന്നുള്ളൂ. ഇനിയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സൂപ്പർ ക്ലൈമാക്സ് ആൻഡ് എൻഡിങ് ദ ഷോ. എന്തിനാ ഇവരിത് നടത്തുന്നേ? എന്തിനാ ഇബാദ് ഇവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നേ? ബിസിനസ്, പ്യുവർലി ബിസിനസ്. നമുക്കത് കേട്ട് തന്നെ മനസ്സിലാക്കാം. ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഞാൻ ഇതിന്റെ പ്രൈസ് കൂട്ടി വെച്ചു. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങനെ എന്താ പറയാ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര എനർജി ലോസ് ആണ്. ഞാൻ ഇതിനു വേണ്ടി ഇരിക്കുകയല്ല. അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരും. അവർക്ക് എനിക്കത് അറിയാം ഉള്ളില്. അവർക്ക് ഇതിന്നൊരു കിടക്കുന്നു സവോള വട. ഇതാണ് ഇതിന്റെ ക്ലൈമാക്സ്. ഹിമാലയത്തിൽ പോയി സർവ്വത് ഉപേക്ഷിച്ചവർ തിരിച്ചു വന്നു. ഫീസ് കൂട്ടി 2000 മുതൽ 10,000 രൂപ വരെ വാങ്ങിയാലേ ഇനി ആത്മാക്കളെ പിടിക്കാൻ പറ്റൂ. ആത്മാക്കൾ പോലും പൈസ ഉള്ളവന്റെ കൂടെയേ നിൽക്കൂ. അങ്ങനെയാണ് ഈ അമ്മച്ചി പറഞ്ഞു വെക്കുന്നത്. പണമില്ലാത്ത പാവപ്പെട്ടവന്റെ വീട്ടിൽ ആത്മാക്കൾ വരുത്തില്ല. അല്ല, വന്നാൽ തന്നെ അവരെ മാറ്റണമെങ്കിൽ ഇതുപോലെ ആരെങ്കിലും പോയിട്ട് നമ്മൾ ഫീസൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് നമ്മൾ ഈ ആത്മാവിനെ വാടാ ഇവിടെ എന്ന് പറഞ്ഞിട്ട് വലിപ്പിക്കണം. അപ്പൊ ഹിമാലയത്തിൽ നിന്ന് കിട്ടിയത് ജ്ഞാനമല്ല അമ്മച്ചി, പുതിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അത് നമുക്ക് മനസ്സിലായി. ഇനി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അതെങ്ങനെ മനസ്സിലാവും എന്നുള്ള കാര്യം അവരെ തന്നെ മനസ്സിലാക്കട്ടെ. അതിൻ്റെ അകത്ത് പറയാനുള്ളത് അതാണ്. അപ്പൊ ഇബാദ് റഹ്മാൻ എന്ന വ്യക്തിയോടുണ്ടായിരുന്ന ഒരു ആരാധന,
ഒരു ട്രസ്റ്റ്, നിങ്ങളെ വിശ്വസിക്കുന്ന ഒരുപാട് യുവാക്കൾ അവരിവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിലേക്ക് ഇതുപോലുള്ള അന്ധവിശ്വാസക്കാരായ ധനമോഹികളായ ഇത്തരം ഉഡായിപ്പുകളെ, പച്ചയ്ക്ക് പറഞ്ഞാൽ ഉഡായിപ്പുകളെ നിങ്ങളുടെ ചാനലിലൂടെ ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങളോട് നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരമാണ് മിസ്റ്റർ ഇബാദ്. ചെറ്റത്തരം, അത്രേ പറയുന്നുള്ളൂ. അതിൽ നിന്ന് നല്ലൊരു വാക്കില്ല ഇബാദ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് നാണക്കേടാണ്. ടെക്നോളജി എന്നാൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും ഉള്ള ഒരു മീഡിയം അല്ല. നമ്മളൊക്കെ പോലും പല അന്ധവിശ്വാസത്തിന്റെ അടിമകളാണ്. നമ്മളൊക്കെ പോലും പല കണ്ടീഷനിങ്ങിന്റെ അടിമകളാണ്. പക്ഷെ ഇനി വരുന്ന തലമുറയെങ്കിലും ഇത്തരം പല ഭ്രാന്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ ടെക്നോളജി ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ആ ടെക്നോളജിക്ക് പിന്നാലെ പോകാതെ ഇത്തരം അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ചാനൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പരമപുച്ഛം തോന്നുന്നു മിസ്റ്റർ ഇബാദ്. പരമപുച്ഛം, അത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് എന്നോട് ദേഷ്യം തോന്നാമായിരിക്കും ചില ആളുകളെങ്കിലും. അപ്പൊ എനിക്ക് ഒറ്റ കാര്യമേ ഇതിൻ്റെ അകത്ത് ചോദിക്കുവാനും പറയാനും ഒക്കെ ഉള്ളൂ. ആത്മാവ് വഴി ലോട്ടറി നമ്പർ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറയാം. അടുത്ത എടുക്കാൻ പോകുന്ന നമ്പർ അവരിങ്ങനെ കുറെ കാലങ്ങളായിട്ടുള്ള സംഭവമാണല്ലോ. അതുമല്ലെങ്കിൽ ഇവിടെ ആത്മാവിനെ വിളിച്ചു വരുത്തി അങ്ങനെ പല കാര്യങ്ങളും, മരിച്ചുപോയവർ എങ്ങനെയാണ് മരിച്ചു പോയതെന്ന് പറഞ്ഞു തരാൻ പറയുക. പോലീസിനെയൊക്കെ നമുക്ക് പിരിച്ചുവിടാം. അതൊക്കെ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ വീഡിയോയിൽ. അപ്പൊ ഈ മരിച്ചുപോയ കൊലപാതകം ചെയ്യപ്പെട്ട ആളുകളുടെയൊക്കെ ആത്മാവിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുക, ഹൗ യു ഡൈ, നീ എങ്ങനെ ചത്തേ, നീ നേരെ കൊന്നേ, എന്താ തെളിവ്, നിന്നെ ചത്ത സമയത്ത് നിനക്ക് അതൊക്കെ ഓർമ്മയുണ്ടല്ലോ, നിന്നെ ചെയ്തതൊക്കെ നിനക്ക് ഓർമ്മയുണ്ട്, നീ അതൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ കാര്യങ്ങളെ അങ്ങനെ കൊണ്ടുവരാം. എന്റെ പൊന്നളിയ, ഇനിയെങ്കിലും ഇത്തരം ഉഡായിപ്പിനെ ഒന്ന് വിളിച്ച് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുന്നിലോട്ട് വരരുത് ദയവായിട്ട്. കാണുന്നവർ കാണട്ടെ, ലൈക്ക് ചെയ്യുന്നവർ ലൈക്ക് ചെയ്യട്ടെ, ഷെയർ ചെയ്യുന്നവർ ഷെയർ ചെയ്യട്ടെ. പക്ഷെ ഇത്തരം ഉഡായിപ്പുകളെയും കൊണ്ട് ദയവായിട്ട് വരരുത്. റീച്ചിലെ പോയി തണ്ടി തിന്നട പോയി. അല്ലാതെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മള് എന്താ പറയണ്ടേ, ഇതിൽ കൂടെ എന്താ പറയണ്ടേ? കമ്പിപ്പാരെടുത്ത് കക്കാൻ ഇറങ്ങി. ഇത്തരം തട്ടിപ്പാരൊന്നും കൊണ്ടുവരില്ലേ. അപ്പൊ ശരി, ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ ആരെങ്കിലും കൊണ്ടുപോവാം, നമുക്ക് റിയാക്ട് ചെയ്യാം.